أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യിത്തിന്റെ അരികിൽ ഓതൽ സുന്നത്തായ 5 സൂറത്തുകളെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഔജസുൽ ഉലമാഉ ഫീ 5 സൂരിൻ, ഒരാൾ മരിച്ചാൽ അവിടെ 5 സൂറത്ത് ഓതൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ സുന്നത്താക്കിയിരിക്കുന്നു. അത് അൽ ഫാത്തിഹത്തു, സൂറത്തുൽ ഫാത്തിഹയാണ്. അൽ ബഖറത്തു ഫാത്തിഹത്തുഹാ വ ഖാതിമത്തുഹാ, സൂറത്തുൽ ബഖറയുടെ ആദ്യവും സൂറത്തുൽ ബഖറയുടെ അവസാനവും, അതായത് നമ്മൾ സാധാരണ ഹദ്ദാദിലൊക്കെ ഓതാറുണ്ടല്ലോ, അത് തന്നെയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് അൽ ഇഖ്ലാസു, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. വത്തക്കാസുറു, നാലാമത്തത് സൂറത്തു തക്കാസുർ, അൽഹാക്കുമുത് തക്കാസുർ. അഞ്ചാമത്തത് യാസീൻ, സൂറത്ത് യാസീൻ. ഇങ്ങനെ 5 സൂറത്തുകൾ ഒരാൾ മരിച്ചാൽ ആ മയ്യിത്തിന്റെ അരികിൽ ഓതൽ സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മയ്യിത്തിനെ ഖബറിൽ വെച്ചാൽ ആ ഖബറിന്റെ അരികിൽ എന്താണ് നമ്മൾ ഓതേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ ഫലാ തഹ്ബിസൂഹു, ആ മയ്യിത്തിനെ നിങ്ങൾ പെട്ടെന്ന് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അതുപോലെ തന്നെ നിസ്കരിക്കണം, മറമാടണം, നിങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല. വസ്രിഉ ബിഹി ഇലാ ഖബരി, പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണം. ഫൽയുഖ്റ ഇൻദ റഅസിഹി, അതിനുശേഷം മയ്യിത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് അയാൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. ബിഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. വഇൻദ റിജ്ലൈഹി ബിഖാതിമത്തി സൂറത്തുൽ ബഖറ, ആ മയ്യിത്തിന്റെ കാൽഭാഗത്ത് നിന്നുകൊണ്ട് പാരായണം ചെയ്തു കൊള്ളട്ടെ സൂറത്തുൽ ബഖറയുടെ അവസാനം, അതായത് ആമിന റസൂലു ഫി ഖബരിഹി, ഖബറിന്റെ അരികിൽ. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യിത്തിന്റെ അരികിൽ 5 സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ മയ്യിത്തിന് ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യിത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാ, മയ്യിത്തിന്റെ കാൽഭാഗത്ത് നിന്നുകൊണ്ട് ആമിന റസൂലു, സൂറത്തുൽ ബഖറയുടെ അവസാനമാണ്, അത് പാരായണം ചെയ്യലും സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. കാരണം ഒരാൾ മരിച്ചുപോയാൽ ആ വീട്ടിൽ പോയാൽ ഈ 5 സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ മയ്യിത്തിനെ ഖബറെടുക്കാൻ കൊണ്ടുവന്നാൽ ആ മയ്യിത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് ഫാത്തിഹ ഓതണം, കാൽഭാഗത്ത് നിന്നുകൊണ്ട് ആമന റസൂൽ സൂറത്തുൽ ബഖറയുടെ അവസാനം നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ അല്ലാഹു മരിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമുക്ക് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.